പിന്നെ ചിലര് പറയുന്നത് കേട്ടു ഒരാഴ്ച ഹസ്ബൻഡിനെ കാണാണ്ടിരുന്നാൽ ഡെസ്പറേറ്റ് ആയിട്ട് കണ്ട ഉടനെ അങ്ങ് ഹഗ് ചെയ്താലേ പറ്റുള്ളൂ എന്ന്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഹസ്ബൻഡിനെ ഇപ്പൊ നമ്മൾ ഒരാഴ്ച കാണാണ്ടിരുന്നാലും നമ്മൾ ഓരോ ദിവസം വിളിക്കുമ്പോ സുഖാണോ മിസ് യു എന്ന് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് പറഞ്ഞാലും ഹസ്ബൻഡിന് മനസ്സിലാവും ആ ഇന്റിമസി. അത് എന്റെ ഫീലിംഗ് ആണ്. അത് ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നത്. എനിക്കതിൽ ഒരു നാണവും തോന്നുന്നില്ല. അത് ഞാൻ എനിക്ക് വേണ്ടി എന്റെ ഹസ്ബൻഡിന് വേണ്ടി ചെയ്ത. മറ്റൊരാൾ എന്ത് പറഞ്ഞാൽ തലകുത്തി മറിഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നമില്ല. സിമിക്ക് ഇതിനെപ്പറ്റി എന്തോ കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മൾ പച്ചയായ മനുഷ്യരാണ്. എല്ലാ വികാരങ്ങളും എല്ലാം അറിയുന്ന അത് പ്രതികരിക്കുന്ന ആളുകളാണ് അല്ലെ. അപ്പൊ നമ്മൾ ഒരു ദേഷ്യം വരുമ്പോ നമ്മൾ സ്പോട്ടിൽ പ്രതികരിക്കും. എന്തുകൊണ്ട് നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല? അതിന്റെ പേരാണ് അവിഹിതം എന്ന് പറയുമ്പോൾ. സ്വന്തം ഭർത്താവിനോട് എങ്ങനെ അവിഹിതമാവോ? സ്വന്തം ഭർത്താവിനോട് ചോദ്യമാണ്. ന്യായമായ ചോദ്യമാണ്. ഭർത്താവിനോടാണെങ്കിൽ പോലും ഭർത്താവിനോട് ഇഷ്ടം അല്ല പറഞ്ഞത്. നമ്മളോട് സംസാരിക്കും. നമ്മുടെ പറയുന്നത് പിന്നെ എന്തിനു നിങ്ങൾ 4 പേരുടെ മുമ്പിൽ കല്യാണം കഴിക്കണം? കല്യാണം കഴിച്ച ശേഷമുള്ള കാര്യമാണ് ഈ പറയുന്നത്. സൊസൈറ്റിയുടെ മുമ്പിൽ കല്യാണം കഴിച്ചു, അതിനുശേഷമാണ്. അമ്മയും അച്ഛനും കൈ പിടിപ്പിച്ചാണ് നമ്മളെ കല്യാണം കഴിച്ച് ഒന്നിച്ച് വിടുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു അധികാരമുണ്ട് അവിടെ. ആർക്കും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. അവിഹിതം എന്ന് പറയുന്നത് കല്യാണം കഴിക്കാതെ എന്തുവേലും ചെയ്യുന്നതിനാണ് നമ്മുടെ സൊസൈറ്റി അവിഹിതം. നമ്മളൊരു വീട്ടിൽ കയറി ചെന്നാൽ ബെഡ്റൂം വേറെ, കിച്ചൺ വേറെ, ഇരിക്കുന്ന ഹോള് വേറെ, ഓരോന്നിനും തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. ഒറ്റ മുറിയല്ല. ജീവിതത്തിൽ അതുപോലൊക്കെയാണ് നമ്മുടെ ലൈഫും. പ്രണയം, റൊമാൻസ് എന്ന് പറഞ്ഞ ഒരു തെറ്റാണെന്നുള്ള ചിന്താഗതി നമ്മുടെ കൾച്ചറിൽ പണ്ട് തൊട്ട് വന്നുകൊണ്ടാണ് നിങ്ങൾ സ്വന്തം മനസ്സിനെ പോലും വഞ്ചിക്കുന്ന തരത്തിൽ മറ്റുള്ളവരുടെ ഫ്രണ്ടിൽ ഒളിച്ചു കളിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്റെ ഭർത്താവ് സുഖമില്ലാതെ വന്ന് കിടക്കുകയാണെങ്കിൽ ഞാൻ മറ്റുള്ളവരുടെ ഫീലിംഗ്സ് ഒന്നും നോക്കാതെ എന്റെ ഹസ്ബൻഡിനെ ഞാൻ പുള്ളിയുടെ ഒരു ഏറ്റവും ഒരു സമാധാനമാണ് ഞാൻ നോക്കുന്നത്. ഞാൻ ഉടനെ തന്നെ മടിയിൽ കിടത്തും. ഞാനത് സൊസൈറ്റിയിലുള്ളവർ എന്ത് ചിന്തിക്കുന്നു ഒരിക്കലും വിചാരിക്കില്ല. ഹേമ പറഞ്ഞു നമ്മുടെ സിസ്റ്റർ നമ്മുടെ തലമുറയായിട്ട് കൊണ്ടുവരുന്ന പാരമ്പര്യ ചിന്തയാണ് നമ്മുടെ ഇതിൽ നിന്ന് പിന്തിരിച്ച് നിർത്തിയിരിക്കുന്നതെന്ന്. നമ്മുടെ വിവാഹം എന്ന് പറഞ്ഞൊരു കെട്ടുറപ്പാണ്. പരസ്പരം റെസ്പെക്ട് വേണം, ലവിങ് വേണം, കെയറിംഗ് വേണം. അതിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറയുന്ന പരസ്പരം മനസ്സിലാക്കുക, പ്രണയം തന്നെയാണ്. അത് പ്രകടിപ്പിക്കേണ്ട രീതി. ഇപ്പൊ നമുക്കൊരു ഉദാഹരണം എടുക്കാം. ഒരു ഉറപ്പുള്ള ഒരു കെട്ടിടത്തിന്റെ ബേസ്മെന്റ് ആണ്. ബേസ്മെന്റ് എത്രത്തോളം ഉറപ്പുണ്ട് ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ, അതിന്റെ പ്രധാന ഘടകം പ്രണയം തന്നെയാണ്. അതിന് എത്രത്തോളം ഉറപ്പുണ്ടെന്ന് നമുക്ക് പുറമേ നിന്ന് നോക്കിയാൽ മനസ്സിലാവത്തില്ല. അങ്ങനെ പുറമേ കാണിക്കുക ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഇല്ല, പുറമേ കാണിക്കുക എന്ന് വെച്ചാൽ ജെന്യൂൻ ആയിട്ട് നമ്മുടെ മനസ്സിൽ തോന്നുന്നു, അല്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നില്ല. എനിക്ക് അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നില്ല. മറ്റുള്ളവരെ കാണിക്കുക എപ്പോഴും മാനസിക പൊരുത്തം അവിടെ ഏറ്റവും അടിസ്ഥാനമാണ്. അതിപ്പോഴും ഞങ്ങൾ ഊട്ടി പറയുന്നു. അതിന്റെ കൂടെ നമ്മൾ നമ്മുടെ മനസ്സിനെ വഞ്ചിക്കുന്ന തരത്തില് മനസ്സിലെ എക്സ്പ്രഷൻസ് മറ്റുള്ളവരെ പേടിച്ച് എന്തിനു ഒതുക്കി നിർത്തുന്നതാണ് ചോദിക്കുന്നത്. ഈ പബ്ലിക്കായി ചെന്നിട്ട് പ്ലസ് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ കണ്ടുപാടെ ഇങ്ങനെ കെട്ടിപ്പിടിക്കണ്ടല്ലോ. അവര് ക്ഷീണിച്ചു വരുന്നവരാണ്. ക്ഷീണിച്ച് വന്നിട്ട് അവർക്ക് എന്താ എങ്ങനെയുണ്ട് ചേട്ടാ, എന്തൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ വിളിച്ച് വീട്ടിൽ കൊണ്ട് റൂമിൽ കൊണ്ട് അവർക്കുള്ള എല്ലാ പരിചരണം കൊടുത്തിട്ട് മതി. അല്ലാണ്ട് കണ്ടുപാടെ കെട്ടിപ്പിടിക്കുന്ന പ്രൈവറ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമേ അല്ല. ഇത് നിങ്ങളുടെ ഒരു വേർഷന്. അതേസമയം നിങ്ങളുടെ ഒരു ഭർത്താവ് വരുമ്പോൾ, ജോലി കഴിഞ്ഞ് വരുന്ന ഒരു ഭർത്താവ്, എന്റെ ഭാര്യ എനിക്ക് ഒരു പക്ഷേ വരുമ്പോൾ വീട്ടിൽ ആളുണ്ടെങ്കിലും ചേട്ടാ വരൂ എന്ന് പറഞ്ഞ് അകത്തോട്ട് കൊണ്ടുപോയി ഒരു കാപ്പി കൊണ്ടു തരികയോ അല്ലെങ്കിൽ ഒരു അല്പം സ്നേഹം ഇവള് പ്രകടിപ്പിച്ച് കാണണ്ട എന്ന് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കുമോ നിങ്ങളുടെ ഭർത്താക്കന്മാർ? അങ്ങനെയല്ല. അത് പൊതുജനത്തിന്റെ മുന്നിൽ ഇങ്ങനെ കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞങ്ങൾക്ക് സ്നേഹം മനസ്സിലും മതി. അങ്ങനെയാണ് ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്. ഇത് നമ്മുടെ ഈ ഷൂട്ടിംഗ് ഫ്ലോറിൽ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഏറ്റവും ഒന്നിച്ചിരുന്ന് പ്രണയിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ സന്ദീപയും ഭർത്താവുമാണ്. എന്തുകൊണ്ട് ഇത് പബ്ലിക്കായിട്ട് വേണ്ട ഒരു എന്ന് പറയുന്നത് പബ്ലിക്കായിട്ട് വേണ്ടാത്ത ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ ഇതിനുശേഷം പ്രണയിക്കുന്നില്ല. ഇത് പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് ഡിസ്കസ് ചെയ്യാണ്. ഡിസ്കസ് ചെയ്തതാണ്. നിന്റെ പരിപാടി എങ്ങനെയുണ്ട് അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ മൈന്യൂട്ട് ആയിട്ടുള്ള ഇതുപോലെ അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും ഉറച്ചു നിൽക്ക് സന്ദീപ. ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്ക്. പ്രണയം എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മൾ അടുത്തിരിക്കുന്നു, പിടിക്കുന്നു, ഒന്നൊന്നും ഇല്ലല്ലോ. ഞാൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. സന്ദീപ, ഞങ്ങൾ പറഞ്ഞു വരുന്നത് കെട്ടിപ്പിടിക്കണം, ഉമ്മ വയ്ക്കണം, അങ്ങനെയല്ല പറയുന്നത്. മീൻസ് നിങ്ങളിപ്പോ നിങ്ങൾ പറയുന്നത് ഇതിനൊരാളോ എന്തുവരെ ആവാം. നിങ്ങൾ കെട്ടിപ്പിടിക്കേണ്ട, ഉമ്മ വെക്കേണ്ട, പിന്നെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയുന്നത്? പെട്ടെന്ന് നമ്മളിപ്പോ ഒരു റോഡ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നൊരു വണ്ടി വന്നു ഇടിക്കാൻ വന്നു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് നമ്മളെ ഹസ്ബൻഡിന്റെ കൈ പിടിക്കണം. ഹസ്ബൻഡിന്റെ കൈ പിടിക്കാൻ നിർബന്ധമൊന്നുമില്ലല്ലോ. ഒരു നിമിഷം പ്രിൻഷയുടെ ഭാഗത്തിലോട്ട് എനിക്ക് യോജിപ്പില്ല. കാരണം ഇത് എന്ന് പറയുന്നത് ഒരു ഭാര്യ ഭർത്താവല്ല, വെറുതെക്കാരൻ ഒരാൾ പോലും വണ്ടി ഇടിക്കാമെന്നാ കൈ പിടിക്കും. അങ്ങനെയല്ല, ഭർത്താവാണല്ലോ
പിടിക്കാതിരിക്കേണ്ട ആവശ്യമില്ലേ സൊസൈറ്റിയുടെ മുന്നിൽ? ഭർത്താവിനെ കൈ പിടിച്ചിട്ടേ ക്രോസ് ചെയ്യാൻ പാടുള്ളൂന്നില്ല. ഒറ്റയ്ക്ക് പോകുന്ന ആൾക്കാർ ഭർത്താവ് ഉണ്ടാവും കൂടെ. സൊസൈറ്റി എന്ത് വിചാരിക്കും? ഞാൻ പെട്ടെന്ന് വണ്ടി ഇടിക്കാൻ പോയി ഞാൻ പെട്ടെന്ന് പിടിച്ചാൽ എന്ത് വിചാരിക്കും? എങ്ങനെ അങ്ങനെ കോമൺ സെൻസിലുള്ള റോഡ് ക്രോസ് ചെയ്യുന്ന ഭർത്താവിനോട് കയ്യെ പിടിച്ചാൽ എത്താവും. പ്രീക്ഷ പറയുന്നത് നമ്മൾ റോഡിലൂടെ പോകുമ്പോ ഒരു ഭാര്യ ഭർത്താവിന്റെ കൈ പിടിച്ച് പോയി കഴിഞ്ഞാൽ അതൊരു സദാചാര വിരുദ്ധ പ്രവൃത്തിയോ അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എങ്ങനെ ഒരു പോവല് ഇങ്ങനെ അതിഷ്ടമല്ല. നല്ല പറയുന്നത് അങ്ങനെ പിടിക്കുന്ന ഒരാവശ്യമില്ല. എന്റെ ഹസ്ബൻഡ് ഇപ്പൊ അങ്ങനെ ഇപ്പോഴും പണ്ടൊന്നും തീരെ റൊമാൻറ്റിക് അല്ല. ഇപ്പൊ ഞാൻ അതിനെ റൊമാൻറ്റിക് ആക്കി കൊണ്ടുവന്നതാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് ക്രോസ് ചെയ്യുമ്പോ ഞാൻ പറഞ്ഞ കൈ വിട്ടേക്ക് കൈന്നറിയാം. പക്ഷെ കൈ പിടിച്ച് റോഡ് ക്രോസ് ചെയ്താൽ ചിലപ്പോ ഇങ്ങനെ ഊരക്കെല്ലാം പിടിക്കും. അപ്പൊ നമ്മൾ പിടിക്കല്ലേ ആൾ കണ്ടാ മോശമാണെന്നറിയും. അപ്പൊ പിന്നെ അങ്ങനെ പിടിക്കാൻ ശ്രമിക്കലില്ല അവൻ. പക്ഷെ മുപ്പര് തോന്നി ഞാൻ അങ്ങനെ പഠിപ്പിച്ചപ്പോ മൊത്തം വഷളായിട്ടിരിക്കും. അതുപോലെ ഇപ്പൊ പറയുന്നു നമ്മള് പബ്ലിക്കിൽ പോകുമ്പോ ഇങ്ങനെ പിടിക്കാൻ പാടില്ല. ഇപ്പൊ ഒരു കല്യാണം നടത്തുന്നു, ഒരു കല്യാണത്തിൽ വീഡിയോ എടുക്കുന്നു, അതിൽ അവർ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ നിൽക്കുക അങ്ങനെ നിൽക്കുന്ന ഫസ്റ്റ് ആണോ പിന്നെല്ലാം പോയി ഫസ്റ്റ് ഡേ ആവാം. അല്ല ഫസ്റ്റ് പിടിക്കുന്നതേ കാര്യമുള്ളൂ. ഇന്നത്തെ പിടുത്തൊക്കെ വെറും പോക്ക് അഭിനയാണെന്ന് എന്റെ അഭിപ്രായം. അപ്പൊ ആ ഒരു ദിവസത്തെ ഇതിന് മാത്രം മതിയോ ഭർത്താവ്? ഒരു കാര്യം പറഞ്ഞു. ഒരു കാര്യം പണ്ട് കല്യാണത്തിന് മുന്നാണ് ഇപ്പൊ നമ്മളൊരു എന്റെ അഭിപ്രായത്തിൽ കല്യാണത്തിന് ഒരു 2-3 മാസം ടൈം കൊടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ആ ഒരു റൊമാൻറ്റിക് ആവാൻ വേണ്ടിട്ട് 3 മാസം സമയം കൊടുക്കണം. റൊമാൻറ്റിക് അല്ല, ആ ടൈമിൽ ഞങ്ങൾ റൊമാൻറ്റിക് ആവുന്നതേ കാര്യമുള്ളൂ. പിന്നെ എല്ലാം പോയി, എല്ലാം കഴിഞ്ഞ് കല്യാണം പോയി എല്ലാം കഴിഞ്ഞ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കല്യാണം കഴിഞ്ഞതിന് മുന്നേ നമ്മളിപ്പോ ഒരു ഫിലിമിന് പോയി വിചാരിച്ചോ കല്യാണത്തിന് മുന്നേ. അപ്പം ഈ ഹസ്ബൻഡ് എന്ത് ചെയ്യൂ കൈ എടുത്തിട്ട് ഇങ്ങനെ മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ കൊഞ്ചലിന്ന് ഫിലിം കാണും. അതെല്ലാം കഴിഞ്ഞ് കല്യാണം എല്ലാം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞു. ഒരു നിമിഷം, കല്യാണത്തിന് മുൻപ് എപ്പോഴാണ് ഭർത്താവ് തോളിൽ കൈവച്ച് ഇങ്ങനെ ഒരു സിനിമ കാണുന്നത്? കല്യാണത്തിന് മുന്നെന്താ ഫിലിമിന് പോയിക്കൂടെ? നിക്കാഹെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിലിമിന് പോവാ. വിവാഹത്തിന് മുൻപ് ഭർത്താവിന് തോളിൽ കൈവച്ച് സിനിമ കാണുന്നത് നമ്മൾ ഈ പറഞ്ഞ കേരളീയ ചിന്താഗതി അനുസരിച്ച് സദാചാര വിരുദ്ധമായ പ്രവൃത്തിയായി പോകില്ലേ? അല്ല അന്നും പിന്നെ ആര് കണ്ടാലും കുഴപ്പമില്ല എന്നായിരുന്നു. നിങ്ങൾ വിവാഹത്തോട് കൂടിയേ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാവുന്നുള്ളൂ. ഒരു മിനിറ്റ് ചോദിച്ചോട്ടെ, ഈ ഇരിക്കുന്ന 6-7 പേര് ഇത്രയും വീരവാദം പറയുന്നു, ഇതിൽ എത്ര പേര് സ്വന്തം വീട്ടുകാരുടെ അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ നിന്ന് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യും? സ്വന്തം അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ നിന്നും ആരും കെട്ടിപ്പിടിക്കില്ല. അത് പറയുന്നുണ്ടെങ്കിൽ അത് നുണയാണ്. ഒരു സെക്കൻഡ്, ഞാൻ ഇതിൽ പക്ഷം ചേർത്ത് പറയല്ല. ഞാൻ ഒരു കൈ പൊക്കി പിടിക്കും. കാരണം ഞാൻ എന്റെ ഭാര്യ വീട്ടിൽ ഇത് പ്രകടിപ്പിക്കുകയും എന്റെ വീട്ടിൽ പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്യാം. ആണല്ലോ, ഞാൻ ഒരു കൈ പൊക്കി പിടിക്കും. കാരണം ഞാൻ 2 വീട്ടിലും കാണിക്കാറില്ല. എന്റെ മുമ്പിൽ എന്റെ ഭർത്താവിന്റെ കൂടെ ഇരുന്നിട്ട് പോലുമില്ല. 15 കൊല്ലം പ്രൂഫാണ് എനിക്ക് പ്രൊഫൈൽ. ആരുടെ മുമ്പിലും നിങ്ങൾ കെട്ടിപ്പിടിക്കുന്ന ഗ്രൂപ്പ് ഭർത്താവുമായിട്ട്. അല്ല, ഈ കൽപ്പന എനിക്ക് മനസ്സിലായില്ല. ഭർത്താവിന്റെ മുമ്പിൽ ഇതുവരെ ഇരുന്നിട്ടില്ലേ? അല്ല, ഭർത്താവിന്റെ മുമ്പിൽ ഇരിക്കുന്നു എന്നല്ല പറഞ്ഞത്. ശരിക്കും ഇപ്പൊ പറഞ്ഞെന്താണ്? ഭർത്താവിന്റെ മുമ്പിൽ അദ്ദേഹം വന്നാൽ ഭർത്താവിന്റെ മുമ്പിൽ ഭാര്യ ഇരുന്നാൽ എന്താ കുഴപ്പം? ഇരുന്നാൽ കുഴപ്പമില്ല. എന്റെ വീട്ടിൽ അദ്ദേഹം വന്നാൽ ഞാൻ നിന്ന് സംസാരിക്കല്ലേ? എന്റെ അമ്മയുടെ അടുത്തിരുന്നു അദ്ദേഹത്തിന്റെ സമയം ഇരുന്നിട്ട് പോലുമില്ല. ഞാൻ ചോദിച്ചു നോക്കൂ, ചോദിച്ചു നോക്കൂ. അത് വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. ചോദിച്ചു നോക്കൂ. അദ്ദേഹം എനിക്കത് ചോദിക്കാൻ വേണ്ട. അല്ല, പുള്ളി ഞാൻ വിശ്വസിക്കുന്നു. ആണ് എനിക്ക് പരിതാപകരമാണത്. അല്ല